കളക്ടറെ കാണാൻ ഇരിക്കണോ? കളക്ടറെ കാണാൻ ഇരിക്കണോ? ഭയങ്കര കാര്യം. ഈ സ്വാമി വിവാദം വന്നപ്പോഴാണോ പുള്ളിയെ ശ്രദ്ധിക്കുന്നത്? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനല്ല, സമാധി വിവാദം വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത്. നേരിട്ട് കാണുന്ന ഇപ്പോഴാണോ? അതെ, നേരിട്ട് എവിടെ പഠിക്കും? ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ കുട്ടികൾ മാറി വാനിസ് കോളേജ് സാറിനെ കാണാൻ ഭയങ്കരമായിട്ട് ആരാധകരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്ന നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 18 to 21 കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും. അപ്പോൾ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു വോട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് ഇല്ല, നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോഴ്സിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതിൽ ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ഇങ്ങനെ കുറേ ആളുകൾ വരുമ്പോൾ അവരോട് വോട്ട് ചെയ്യാൻ പറയത്തില്ല. നിങ്ങളെ കണ്ടില്ലേ? ശരി, താങ്ക് യു. സാർ കണ്ണൂരാണോ വീട്? കണ്ണൂരാണ്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇതിനു മുന്നേ പാലക്കാട്. ശരി, ഇതിനകത്ത് കുത്തുന്നില്ല അല്ലേ? ഇന്ന് വോട്ടേഴ്സ് ഡേ ആണ്. ആ സെലിബ്രേഷൻ വന്നാണ് എല്ലാവരും വോട്ട് ചെയ്യണം, തന്നെ പിന്തുടരുന്ന ആളുകളും വോട്ട് ചെയ്യണം, ഇതിന്റെ ഭാഗമാണോ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഊരി സബ് കളക്ടർ OV ആൽഫ്രഡ്. ഞങ്ങൾ വിചാരിച്ചാൽ ആൾ കൂടും പെട്ടെന്ന്. ഇതിപ്പം ആള് കൂട്ടുന്ന വിഷയമല്ല, ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം സാർ വീണ്ടും കുഴഞ്ഞ് സംസാരിക്കില്ല. ആദ്യം വന്നാലും സാർ ഡിസിഷൻ എടുക്കണം. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാണോ? നോട്ടീസ് തടസ്സമില്ല സാർ, അവർ പുറത്തോട്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോകരുത്. പോയാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. അതിന് ഒരു അവസരം ആദ്യമായിട്ട് ചെയ്യരുത്. തിരുവനന്തപുരം സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റായി ആൽഫ്രഡ് OV ചുമതലയേറ്റത് 2024 സെപ്റ്റംബറിലാണ്. കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ, തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 2017 ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. ബിരുദ പഠനത്തിന്റെ സമയത്താണ് സിവിൽ സർവീസ് മോഹമുദിച്ചത്. ആദ്യ ശ്രമം പാളിയെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ നിയമനം. മൂന്നാം ശ്രമത്തിൽ 57ാം റാങ്കോടെ IAS സ്വപ്നം യാഥാർത്ഥ്യമായി. ഇതിനിടെ ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ചു. സിനിമ, ഫുട്ബോൾ പ്രേമി കൂടിയാണ് ആൽഫ്രഡ് IAS. കേരള ഫുട്ബോളിൽ ഒരു വോയിഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രൊഫഷണൽ ക്ലബ്ബ് ഇല്ലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഞ്ച്. നമ്മൾ എല്ലാ സീസണും കളി കാണും. ചില സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ലോ ആവും, അപ്പോൾ നമ്മൾ ഓക്കെ അടുത്ത സീസൺ വീണ്ടും ഹോപ്പ് വെക്കും. നമ്മുടെ UPSC പ്രിപ്പറേഷൻ പോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ ഓരോ അറ്റംപ്റ്റിൽ നമ്മൾ താന്നു പോകും, ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് താന്നു പോകും, പക്ഷെ നമ്മൾ നിർത്തില്ല, ഹോപ്പുണ്ട്. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനൊരു ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് ഒരു കേരളത്തിൽ ഒരു നല്ലൊരു ഫുട്ബോൾ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഡ്രീമും കൂടിയുണ്ട്. സബ് കളക്ടർ OV ആൽഫ്രഡ് അദ്ദേഹം എന്തുകൊണ്ടാണ് UPSC എക്സാമും ഇന്റർവ്യൂവും പാസ്സായി എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ ഒരു പെരുമാറ്റം തന്നെയല്ലേ. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു മാധ്യമ പ്രവർത്തകർ ഒന്ന് ശശിയായില്ലേ. കളക്ടറിന്റെ മാന്യമായിട്ടുള്ള മറുപടി തന്നെയല്ലേ. അതും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങളിവിടെ ഒന്ന് മനസ്സിലാക്കുക, അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉള്ള ഇൻഫ്ലുവൻസർമാരെ പോലെ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു സബ് കളക്ടറുടെ പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധിയോടൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതും സബ് കളക്ടർ OV ആൽഫ്രഡ് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി എന്തായാലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ചെറുപ്രായത്തിൽ ഈ ഒരു കസേരയിൽ ഇരുന്നതും. എന്തായാലും മൈക്കും പിടിച്ചും സബ് കളക്ടറിന്റെ പിറകെ പോയാൽ നിങ്ങൾ വിചാരിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമെന്നാണോ വിചാരിച്ചത്? ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻഫ്ലുവൻസർമാരല്ല, വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു IAS കളക്ടറാണ്. ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ പക്വതയാണ് അദ്ദേഹം കാണിച്ചത്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷൻ നോക്കാം കേട്ടോ. കമന്റ് സെക്ഷൻ ആണ് ഉള്ളത്. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകൻ അവിടെ ചമ്മി നാറിയ ഒരു അവസ്ഥ തന്നെ ഉണ്ടായില്ലേ. എന്തായാലും നമുക്ക് കമന്റ് സെക്ഷൻ ഒന്ന് നോക്കാം. അതൊരു കളക്ടറാണ്, ഓരോ സമയം ഷെഡ്യൂൾഡ് ആണ്, ഒരുപാട് കാര്യം ചെയ്യാനുണ്ടാകും. അതിനിടയിൽ ഇതുപോലുള്ള ചോദ്യം ചോദിച്ച് വളരെ മോശം. അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് ഹിസ് പൊസിഷൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടതല്ലേ. അദ്ദേഹം ഒരു കളക്ടറാണ്. ഒരു കളക്ടറോട് ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള കാര്യം ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണ്ടേ.
ഹി ഹാൻഡിൽ ഇറ്റ് വിത്ത് മെച്യൂരിറ്റി ആൻഡ് ഡീസൻസി. അത് ഉറപ്പല്ലേ? അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. യെസ്, കളക്ടർ അവന്റെ പണി കൃത്യമായി ചെയ്യുന്നു. ഒലിപ്പിച്ചുകൊണ്ട് നടക്കാതെ പോയി പഠിക്ക് പെണ്ണുങ്ങളെ. അത് കറക്റ്റ് ആണല്ലോ. ഈ പെമ്പിള്ളരെ കൊണ്ട് തോറ്റു. നല്ല രീതിയിൽ പഠിച്ച ചിലപ്പോൾ ഇതുപോലെ ഒരു പൊസിഷനിൽ നിങ്ങൾക്കും എത്താൻ സാധിച്ചാലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്പിരിറ്റ് കാണിക്കേണ്ടത്, അല്ലാതെ ഈ വക കാര്യങ്ങളിലല്ല. കളക്ടർ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ. ഭാവിയിൽ ഞങ്ങളും IASനുള്ള ഒരു പോസ്റ്റിങ്ങിൽ എത്തും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളും പഠിച്ചു തുടങ്ങുക. പുള്ളി പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനെ കുറിച്ചാണ്. അതായത് പാപ്പരാസി പണിയെടുക്കട്ടെ, മാധ്യമ പ്രവർത്തകനാവാൻ ശ്രമിക്കു ചേട്ടാ എന്ന്. അങ്ങേര് ഒരു മാന്യനായോണ്ട് അത്രേ പറഞ്ഞുള്ളൂ എന്ന് ആശ്വസിക്കാം. ശരിയാണ്, ആ ഒരു വാക്കുകളിൽ തന്നെ പല മീനിങ്സും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം സബ് കളക്ടറാണ്, അല്ലാതെ പാണ്ടിക്കാട് കുഞ്ഞനല്ല. ഊള റിപ്പോർട്ടർ, മാപ്ര ഓണയർ, മറുപടി കൊള്ളാം. സ്ത്രീകൾ ഇത്ര അധപതിച്ചോ? മാരേജ് വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന വർഗം, കാശും പദവിയുമുള്ള ആളിന് ഒരു പൊതുവേദി ഇറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. സ്വയം പിടക്കോഴികൾ എന്ന ലേബലിൽ വരെ അവർക്ക് ഒക്കെ ആകാം. കഴിവുള്ള കളക്ടർ, കഴിവുകെട്ട റിപ്പോർട്ടർ. മാധ്യമത്തെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അയാൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. വന്ന പണി നോക്കുക, പോകുക. അതന്നെ നമ്മുടെ കളക്ടറുടെ ചെയ്തത്. ഒരു IASകാരനും മാധ്യമ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓൺലൈൻ മീഡിയാസിന് ഇതിലും മാന്യതയുണ്ട്. ആരോട് എന്ത്, എങ്ങനെ, എപ്പോൾ ചോദിക്കണം എന്ന ലെവലേശം പോലും അറിയാതെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്തുക? കലോത്സവത്തിലെ ഒപ്പനയിൽ പങ്കെടുത്ത പെൺകുട്ടികളോടുള്ള ചോദ്യത്തിലെയും പെരുമാറ്റത്തിലെയും അപാകത ഇതേ റിപ്പോർട്ടർ ചാനലിലെ ബാലാവകാശ കമ്മീഷൻ വഴി അറിഞ്ഞതല്ലേ? ഒരു മാറ്റമോ അതിനുള്ള ഒരു തരി ശ്രമമോ ഉണ്ടായിരുന്നില്ല എന്ന് കാണുമ്പോൾ സഹതാപം തോന്നുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ആ റിപ്പോർട്ടറിന് എതിരെ വിമർശനങ്ങളാണ്. എങ്ങനെ വിമർശനം കേൾക്കാതിരിക്കും? അത് തന്നെയല്ലേ അതിനുള്ള ഒരു വക ഇട്ടുകൊടുത്തതും ഈ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്. ആവശ്യമില്ലാതെ IAS ഉദ്യോഗസ്ഥനോട് ചോദിക്കേണ്ട ചോദ്യമാണോ ചോദിച്ചത്? അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് ഈ പുള്ളിക്കാരൻ അവിടെ പോയി ചോദിക്കാൻ പോയത്. പക്ഷേ തേഞ്ഞ് ഒട്ടി തിരികെ വരേണ്ടി വന്നു അല്ലേ? കാരണം കളക്ടർ വെറുതെ ഒന്നും അല്ല IAS പാസ്സായത്. അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റിയും വിദ്യാഭ്യാസത്തിന്റെ പക്വതയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദവിയിൽ ഇന്ന് നിൽക്കുന്നതും ഇത്രയും കാര്യങ്ങൾ ഇത്രയും മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും. പിന്നെ പിടക്കോഴികളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട. ഇവിടെ സൗന്ദര്യം മാത്രമാണോ ഈ പിടക്കോഴികൾ നോക്കിയത്? അല്ലല്ലോ. ഒരു വ്യക്തി വഹിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു ആൽഫ്രഡ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എന്ന് വിചാരിക്കട്ടെ. ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ മീഡിയയിൽ വന്ന് പെട്ടു. ആരെങ്കിലും ഇദ്ദേഹത്തെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പോകുമോ? ഇല്ലല്ലോ. അപ്പോ ഇവിടെ ആ ഒരു പൊസിഷനാണ് ഏറ്റവും വില കൊടുത്തിരിക്കുന്നത്. സൗന്ദര്യം രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ അല്ലെ? അപ്പൊ പെൺകുട്ടികളുടെ ചിന്താഗതി ഏത് ലെവലാണെന്ന് അറിയാലോ. ഇവിടെ ഇദ്ദേഹത്തിന് റെസ്പെക്ട് കൊടുക്കുക. അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. ഗോപൻ സ്വാമിയുടെ സമാധിയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ കളക്ടർ, സബ് കളക്ടർ OV ആൽഫ്രഡിനെ കുറിച്ചും സോഷ്യൽ മീഡിയ പേജുകൾ എടുത്തു നോക്കിയാലും ഇതേ ഉള്ളു ചർച്ച. പിടക്കോഴികൾ പിറകെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാവം പുള്ളിക്കാരനാണ്, കമ്മിറ്റഡ് ആണെന്ന് ഏതോ ഒരു വീഡിയോയിൽ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എടുത്ത് പ്ലേ ചെയ്യാൻ. പക്ഷേ അദ്ദേഹം കമ്മിറ്റഡ് ആണെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിടക്കോഴികളെ, നിങ്ങൾ മര്യാദയ്ക്ക് പോയി പഠിക്കൂ. വേണമെങ്കിൽ IAS പൊസിഷനിലേക്ക് എത്താനുള്ള ശ്രമം നടത്തൂ. അത്രേ പറയാനുള്ളൂ.